പ്രേക്ഷകരെ നമസ്കാരം. ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ നെന്മാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നിരിക്കുക. നമ്മൾ കേരളത്തിലും മറ്റു എല്ലാ സ്ഥലങ്ങളും അറിയപ്പെടുന്നതാണ് നമ്മുടെ നെന്മാറ വിളക്ക്, നെന്മാറ ദേശവിളക്ക്, നെന്മാറ വേല. അങ്ങനെ നിരവധി കേരളത്തിൽ നിന്നും പുറത്തുനിന്നും ഒക്കെ നിരവധി ആൾക്കാർ ഈ നെന്മാറ വേല കാണാൻ ദിവസങ്ങളോളം ഇവിടെ വന്ന് കിടക്കാറുണ്ട്. ഞാനത് കാണാറുള്ളത്. പക്ഷേ അവിടെ നിന്നും കുറച്ച് കിലോമീറ്റർ അകലെ, ഒരു 2 കിലോമീറ്റർ അകലെ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ആ അയ്യപ്പ ക്ഷേത്രം ഒരു വമ്പം ഒരു സംഭവമാണ്. ആ അയ്യപ്പ ക്ഷേത്രം ആദിനാട് കുന്ന് എന്നറിയപ്പെടുന്ന ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അത് പണ്ടുള്ള കാലത്തും ഇപ്പോഴുള്ളവരും അതിൻ്റെ സത്യം പറയുന്നത്, നമ്മൾ ശബരിമലയ്ക്ക് മാല ഇടാൻ ഭക്തരും അയ്യപ്പ ഭക്തരും അതുപോലെ കന്യായ്യപ്പന്മാരും ഒക്കെ ഈ കരിമല ചവിട്ടുമ്പോൾ ഈ കുന്നും മലയും കയറി അവിടെ ചെന്ന് മാലയിട്ട് അതുപോലെ ഇറങ്ങി തിരിച്ച് ശബരിമല ചെന്ന് ദർശനം കണ്ട് തിരിച്ചതുപോലെ ഇവിടെ വന്ന് ഈ മാല ഊരുമ്പോൾ, ഈ കരിമല ചവിട്ടി വീണ്ടും ഈ മലയിലെത്തി മാല ഊരുമ്പോൾ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ സത്യങ്ങൾ ഇതിലൂടെ ബലപ്പെടുകയാണ്. അപ്പോൾ ആ കുന്ന് എന്താണ്, ആ അയ്യപ്പ ക്ഷേത്രം എന്താണ് എന്ന് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടം വരെ എത്തിയതാണ്. എന്തായാലും ഞാനും ഒരു അയ്യപ്പ ഭക്തനാണ്. നമുക്ക് ആ ഭഗവാന്റെ മുമ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ. നല്ല കരിമല തന്നെയാണ്. സത്യത്തിൽ മാത്രമേ ഉള്ളൂ ഇത്ര ത്യാഗം കേട്ടോ. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും അയ്യപ്പൻ കരിമല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ തന്നെയാണ് സത്യം. കണ്ടില്ലേ, നല്ല കാടും നല്ല പാറക്കെട്ടുകളും ഒക്കെയാണ് കരിമല തന്നെ. എന്തായാലും ഞാൻ സമയം കളയുന്നില്ല, ഭഗവാന്റെ അടുത്തേക്ക് പോകാം. ഓം ഹരിഹരസുതനെ അയ്യനയ്യപ്പ സ്വാമിയെ. 1.25 കിലോമീറ്റർ നടന്ന് ഏകദേശം ഇവിടെ എത്തുമ്പോഴാണ് സർവശക്തൻ്റെ ഒരു ആൾത്തറ കാണുന്നത്. എന്തായാലും ഭഗവാനൊപ്പം ഞാനൊരു സ്വാമിയല്ലേ. എല്ലാ പാവങ്ങളും, എല്ലാ ലോകത്തെ എല്ലാ ഭക്തർക്കും, എല്ലാ നല്ല മനസ്കർക്കും എല്ലാ ദോഷങ്ങളും മാറി നല്ലത് വരാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ സർവശക്തൻ്റെ അടുത്ത് നിന്ന് ഇനി കുറേ ദൂരം നടന്നാൽ മാത്രമേ ഇനി നമുക്ക് ആ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റൂ. ശരി, സർവശക്ത പോയിട്ട് വരാം.
ഞാൻ ഹരിഹര അയ്യപ്പനെ തേടി, ശാസ്താവിനെ തേടി ഞാൻ സന്നിധാനത്തിൽ ആ അയ്യപ്പൻ കുന്ന് ആ മലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ എന്താ പറയാ, നാഗദൈവങ്ങൾ, ഒരുപാട് പൂജകൾ, അത് കണ്ടില്ലേ നാഗദൈവങ്ങളെയൊക്കെ നോക്കൂ. ഭഗവാനൊക്കെ ഇരിക്കണ്ടോ, ഈ നാഗദൈവങ്ങൾ അവിടെ പൂജ. അതേപോലെ അവിടെ ഒരു കിണറുണ്ട്, ആ കിണറ്റിൽ അവിടെ കണ്ടോ നോക്കുക, അവിടെ വലിയ കുണ്ടും കുഴിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു അമ്പലം. അതുപോലെ ഇവിടെ ഒരു ദൈവ സർപ്പ പുറ്റുണ്ട്. സർപ്പങ്ങളെയൊക്കെ വെച്ച് ആചരിക്കുന്ന ഒരു പുറ്റാണ്. വളരെ പറയാൻ വാക്കുകളില്ല അല്ലേ. ഈ മനോഹരമായ ഒരു പുറ്റാണ്, കാണാൻ വയ്യ. ഇനി അതേകണക്ക് വാവൂർസ്വാമി കൊത്തസ്വാമി ക്ഷേത്രമാണിത്. ഇത്രയും കുന്നും ഈ മലയുടെ മുകളിൽ ഇങ്ങനൊരു സംഭവം അതിമനോഹരമായിട്ടുണ്ട്. ശബരിമലയിൽ നിന്നാൽ നമുക്ക് പമ്പ, അതേ കണക്ക് അയ്യപ്പ ഭക്തരെ കുളിക്കുന്നവരെയും പമ്പവാസനെയും പമ്പയൊക്കെ കാണാം. അതുപോലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഞാൻ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. പ്രേക്ഷകരെ, ഇതാ കണ്ടോ, നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം. അതുപോലെ നെല്ലിക്കുളങ്ങര ദേശഭക്തരെ സർവശക്തൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദേശർക്കും ഈ ഭക്തർക്കും അദ്ദേഹത്തിൻ്റെ, ആ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹമുണ്ട് എന്നതാണ് ഇതിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. അതിമനോഹരമായ ഭയപ്പാട് വരികയാണ്. കണ്ട എത്രയോ താഴ്ചയാണെന്നറിയോ. ഇത് നോക്ക്, അതിമനോഹരമായിട്ടുണ്ട് പ്രേക്ഷകരെ, പറയാൻ വാക്കുകളില്ല. സ്വാമിയെ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ. 1957 ഈ ക്ഷേത്രം ഇവിടെ വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുപോലെ